എൻ്റെ സത്യാന്വേഷണ യാത്രയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഗാന്ധിജിയുടെ ജീവിതവുമായി ചേർന്ന് നിൽക്കുന്ന സബർമതി ആശ്രമത്തിൻ്റെ കാഴ്ചകളിലേക്കാണ് ഇന്ന് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിനും ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിക്കും വളരെ അടുത്ത ബന്ധമുള്ള, പൊക്കിൾക്കൊടി ബന്ധമുള്ള ഒരു ആശ്രമമാണ് സബർമതി ആശ്രമം. ഗുജറാത്തിലെ അഹമ്മദാബാദിലെ സബർമതി നദിക്കരയിലാണ് ഈ ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ആശ്രമത്തെ സബർമതി ആശ്രമം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഗാന്ധിജിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഗാന്ധിജി ജീവിച്ച ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിലെ അദ്ദേഹം ഉപയോഗിച്ച വസ്തുക്കളൊക്കെയും നമുക്ക് ഇന്ന് സബർമതി ആശ്രമത്തിൽ പോയാൽ കാണാൻ സാധിക്കും. വളരെ ഒരു കൊച്ചു മുറിയിലാണ് ഗാന്ധിജിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ കസ്തൂർബയും താമസിച്ചത്. ആ ഭാഗത്തെ ഹൃദയകുഞ്ച് എന്നാണ് അറിയപ്പെടുന്നത്. അതുകൂടാതെ നന്ദിനി വിനോബ കുടീരം, ഉപാസനാ മന്ദിരം, ഗാന്ധി സ്മാരകം തുടങ്ങിയ മറ്റ് 4 ഭാഗങ്ങളും ഈ ആശ്രമത്തിനുണ്ട്. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ധാരാളം സഞ്ചാരികൾ, രാഷ്ട്രീയ വിദ്യാർത്ഥിനികൾ, ഗാന്ധിജിയുടെ ദർശനം അറിയാൻ താല്പര്യമുള്ളവർ, അങ്ങനെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നവർ, ഇന്ത്യയിലേക്ക് വരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള വിദേശ പ്രമുഖരായിട്ടുള്ള രാഷ്ട്ര തന്ത്രജ്ഞരൊക്കെയും സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ് സബർമതി ആശ്രമം. സബർമതി നദിക്ക് നേരെ അഭിമുഖമായാണ് ഈ ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. ഈ ആശ്രമം വളരെ വിശാലമായ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ നമുക്ക് വിശ്രമിക്കാനും കുളിക്കാനും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രാഥമികമായ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള നല്ല സൗകര്യങ്ങൾ അവിടെയുണ്ട്. അവിടെ എത്തുന്നത് വരെ ചെറിയ പ്രയാസങ്ങളും റോഡിൻ്റെ പണികളൊക്കെ നടക്കുന്നത് കൊണ്ട് ഞങ്ങൾ ബുദ്ധിമുട്ടുകൾ നേരിട്ടെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ വളരെ നല്ല ശുദ്ധവായു കിട്ടുന്ന, നദിക്ക് അഭിമുഖമായി നിൽക്കുന്ന വിശാലമായ ഒരു സ്ഥലത്ത് നല്ല പൂക്കളും മരങ്ങളുമൊക്കെയുള്ള നല്ല സൗകര്യമുള്ള ഒരു ആശ്രമമാണ് സബർമതി ആശ്രമം. അവിടെ ചെന്നപ്പോൾ ഗാന്ധിജിയെ നേരിൽ കണ്ടതുപോലെയുള്ള, അല്ലെങ്കിൽ ഗാന്ധിജിയുടെ ജീവിതത്തെ തൊട്ടറിഞ്ഞതുപോലെയുള്ള ഒരു അനുഭവമാണ് എനിക്കുണ്ടായത്. ഒരുപാട് ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ആളുകൾ ഗാന്ധിജിയുടെ ദർശനം പഠിക്കാൻ, ഗാന്ധിജിയെ അറിയാൻ അവിടെ വരുന്നുണ്ട്. ചില ഗാന്ധിജിയുടെ ഇന്ന് ജീവിക്കുന്ന, ഗാന്ധിജിയുമായി അദ്ദേഹത്തിൻ്റെ ആശയവുമായി ചേർന്ന് ജീവിക്കുന്ന ചില ആളുകളെയൊക്കെ അവിടെ കാണാനും, അവർ അതിൻ്റെ ഉള്ളിൽ ഇന്നും ചർക്കയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതായി കാണാനുമൊക്കെ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അദ്ദേഹം ഉപയോഗിച്ച ചർക്ക മുതൽ അദ്ദേഹത്തിൻ്റെ ഒട്ടനേകം ചരിത്രപരമായ ഫോട്ടോകൾ, അതുപോലെ ചരിത്രപരമായിട്ടുള്ള മറ്റു സാധനങ്ങൾ, അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള സംഭവബഹുലമായ ജീവിതത്തിൻ്റെ നേർക്കാഴ്ചയാണ് സബർമതി ആശ്രമത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ അനുചരന്മാരോടൊപ്പം, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോടൊപ്പം, അദ്ദേഹത്തിൻ്റെ സഹായികളോടൊപ്പം ദണ്ഡി യാത്രയ്ക്ക് പുറപ്പെട്ടതും സബർമതിയിൽ നിന്നാണ്. അങ്ങനെ ചരിത്രത്തിൻ്റെ താളുകളിൽ വലിയ സ്ഥാനമുള്ള, പൊക്കിൾക്കൊടി ബന്ധമുള്ള, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പൊക്കിൾക്കൊടി ബന്ധമുള്ള ചരിത്രത്തിൻ്റെ താളുകളിൽ തങ്കലിപിയാൽ ആലേഖനം ചെയ്യപ്പെട്ട ഒരു നിർമ്മിതിയാണ് സബർമതി ആശ്രമം. അതിൻ്റെ കാഴ്ചകളിലേക്ക്, അതിൻ്റെ അനുഭവങ്ങളിലേക്ക്, അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നിങ്ങളെ സസ്നേഹം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം, നന്ദി.